യു എയിൽ ഇപ്പൊ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. നമ്മൾ ദുബായിൽ ഈ സമയത്താണ് ഒരുപാട് വിസിറ്റേഴ്സ് പല ഭാഗത്തുനിന്നും ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും വരുന്നത്. അതായത് നമ്മൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ സമയത്ത് തന്നെയാണ് ഒരുപാട് ലോഞ്ചസും ഈവന്റ്സ് എല്ലാം ഇവിടെ നടക്കാറുള്ളത്. ഈ വന്നവരിൽ കുറച്ച് പേര് ഇവിടെ റിയോലൊക്കേറ്റ് ആവുകയും ചെയ്യും. നമ്മുടെ നാട്ടുകാർക്കുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്ക് ദുബായിൽ ഒരു വീട് സ്വന്തമാക്കണമെങ്കിൽ ഒരുപാട് ക്യാഷ് കൊടുക്കണം. അത് ആക്ച്വലി ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടെ നമുക്ക് ഒരു വീട് സ്വന്തമാക്കാൻ ഒരുപാട് പേയ്മെന്റ് പ്ലാൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേയ്മെന്റ് പ്ലാൻസ് ഇവിടെ അവൈലബിൾ ആണ്. നോർമലി ഇവിടെ 20% ഡൗൺ പേയ്മെന്റും റിമൈനിങ് നമുക്ക് മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി അല്ലെങ്കിൽ ഇയർലി കൊടുക്കുന്ന ഡെവലപ്പേഴ്സ് വരെ ഉണ്ട്. 4 ഇയർലി നമ്മൾ പേ ചെയ്തു. പിന്നെ ഹാൻഡ് ഓവറിന്റെ സമയത്ത്, അതായത് നമുക്ക് കീ കിട്ടുമ്പോൾ ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കുക, എന്നിട്ട് വീട് സ്വന്തമാക്കുക. ആ എമൗണ്ട് നമുക്ക് മോർഗേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ചിലർക്ക് നമ്മളെ ഈ പേയ്മെന്റ് പ്ലാൻസ്, ഈ മന്ത്ലിയിലെ പേയ്മെന്റ് പ്ലാൻസ് ബുദ്ധിമുട്ടായി വരും. അപ്പൊ അവര് ഡൗൺ പേയ്മെന്റ് 20 ഓക്കെ ആവും. ആ ഡൗൺ പേയ്മെന്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പം 20% അവർക്ക് ഡൗൺ പേയ്മെന്റ് അടച്ചു, ബാക്കി റിമൈനിങ് 80% അവർക്ക് ഹാൻഡ് ഓവറിന്റെ സമയത്ത് കൊടുക്കാൻ പറ്റും. ഈ ഹാൻഡ് ഓവറിന്റെ സമയത്ത് കൊടുക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോർഗേജ് ചെയ്ത് അത് ഇസ്ലാമിക് ബാങ്കിങ്ങോ അല്ലെങ്കിൽ നോർമൽ ട്രഡീഷണൽ ബാങ്കിങ്, അത് ഓരോരുത്തരും ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. ചിലർക്കാണെങ്കിൽ അവർക്ക് ഡൗൺ പേയ്മെന്റ് ആവും ബുദ്ധിമുട്ടായി വരാം. അപ്പൊ ഈ 20% എന്നുള്ള ഡൗൺ പേയ്മെന്റ് അവർക്ക് 5% ആയിട്ടോ 10% ആയിട്ടോ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആ ഓരോ ഡെവലപ്പറിനെ നമുക്ക് ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ റിമൈനിങ് എമൗണ്ട് നമുക്ക് മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി കൊടുത്ത് നമുക്ക് വീട് സ്വന്തമാക്കാം. ഓരോ ഏരിയക്ക് അനുസരിച്ചാണ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ ഇവിടെ കുറച്ച് എമർജിങ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഏരിയ ഗ്രോ ആവുന്നതിനനുസരിച്ച് നമ്മളെ അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ആവും. ഇപ്പം നമുക്ക് കൂടുതൽ ദുബായിന്റെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും ദുബായിൽ നല്ല ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനും താഴെ കണ്ട് നമ്മൾ കോൺടാക്ട് ചെയ്തു വിശദമായിട്ട് സംസാരിക്കണം.